അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ബേദലഹേം കുടുംബ യൂണിറ്റ്, നിവിൻ പോളിയും മമിത ബൈജു എന്നിവർ മുഖ്യ കഥാപാത്രമായ ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ ഇന്നലെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. 7,40,00,000 രൂപയായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇന്നലെ കളക്ട് ചെയ്തതായിട്ട് ഫാക്ട്നിക് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാഥമിക കണക്കാണ്, ചിലപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാം. ഇന്ത്യ ഗ്രോഫായിട്ട് ഇന്നലെ മാത്രം കാണിച്ചത് 10,35,00,000 രൂപയാണ്. കേരള കളക്ഷൻ 7,40,00,000 മാറ്റി നിർത്തിയാൽ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 2,95,00,000 രൂപയോളം ഇന്നലെ തൂത്തുവാരി എന്നുള്ളത്. അതിലേറ്റവും മുൻപന്തിയിൽ നിന്ന് കർണാടകത്തിൽ നിന്നാണ്. കർണാടക 1,35,00,000 രൂപ ബേദലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം ഇന്നലെ കളക്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ മേഖലയിലൊക്കെ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. അതുപോലെ തമിഴ്നാട് 60 ലക്ഷം രൂപ ഇന്നലെ മാത്രം. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 10 ലക്ഷം രൂപയും ഹിന്ദി മേഖലയിൽ നിന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 55 ലക്ഷം രൂപയുമാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെയാണ് 10,35,00,000 ഇന്നലെ മാത്രം കളക്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പ്രാഥമിക കണക്കാണ്. ഇതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല. ഇന്ത്യ ഗ്രോഫ് എന്ന് പറയുന്നത് 24,35,00,000 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച രീതിയിലുള്ള കളക്ഷൻ. വൈകാതെ തന്നെ ഇത് ഇന്ത്യ ഗ്രോഫ് തന്നെ 100 കോടി എത്താനുള്ള സാധ്യതയുണ്ട്. വേൾഡ് വൈഡും 100 കോടി എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മികച്ച രീതിയിലുള്ള കളക്ഷൻ ആയിട്ടാണ് മുന്നേറുന്നത്. അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഓവർഫീസ് കളക്ഷനാണ്. ഈ ഇന്ത്യ ഗ്രോഫ് 24 കാണിക്കുകയാണെങ്കിൽ ഓവർഫീസ് കളക്ഷൻ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇന്നലെ വരെ കണ്ടത്. ഇന്നും അതുതന്നെയായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. കാരണം അല്പസമയത്തിന് ശേഷം വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വരും എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഏതായാലും പ്രാഥമിക കണക്കുകൾ നമുക്കറിയാൻ പറ്റും. മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും ഒക്കെ നേടി മുന്നേറുന്ന ഈ ചിത്രം ഇന്നലെ മാത്രം വിറ്റത് 3,69,000 ടിക്കറ്റോളം ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രം വിറ്റുമാറി എന്നുള്ളതാണ്. ഈ തുടർച്ചയായിട്ടുള്ള 3 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം തുടരും എന്ന സിനിമ ശേഷം തുടരും എന്ന് പറയുന്നത് 4 ലക്ഷത്തിന് മുകളിലങ്ങാട്ട് ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്നു തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ. അതിനുശേഷം ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ടിക്കറ്റ് വിൽപ്പന എനിക്ക് തോന്നുന്നു ബേദലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രമാണ് വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ കേരള കളക്ഷൻ ഒരുപക്ഷെ 100 കോടിയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള മുന്നേറ്റമാണ്. ഇപ്പോൾ കേരളത്തിലെ നമുക്ക് കളക്ഷൻ നോക്കിയാൽ ഇന്നലെ വരെ 10,85,00,000 രൂപയായിരുന്നു കേരള കളക്ഷനെങ്കിൽ ഇന്നലത്തെ 7,40,00,000 കൂടെ കൂട്ടിയാൽ തന്നെ 18,25,00,000 കേരള കളക്ഷൻ ഈ 3 ദിവസം കൊണ്ട് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വൈകാതെ തന്നെ ചിലപ്പോൾ കേരള കളക്ഷൻ തന്നെ 100 കോടി എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നുകൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ ഒരുപക്ഷെ 85-90 കോടിയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട്. കാത്തിരിക്കാം പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട്. അപ്പം ബേദലഹേം വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ അല്പസമയത്തിന് ശേഷം പുറത്തു വരും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. എത്തും വരെ ഒക്കെ.